എന്നാൽ 1962 ചൈന ആക്രമണം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ ദിശാമാറ്റത്തിന് കാരണമായി. പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയുടെ ഏകപക്ഷീയമായ ആക്രമണത്തിൽ സമദൂര നയം സ്വീകരിച്ചപ്പോൾ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നൽകി ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചു. സയണിസത്തെ വംശീയതയായി പ്രഖ്യാപിച്ച 1975 UN പ്രമേയം പിൻവലിക്കാനുള്ള പ്രമേയത്തിന് 1991 ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തതോടെ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് പുതിയ തുടക്കമായി. ഇതിന്റെ തുടർച്ചയായി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ 1992 ജനുവരിയിൽ ഇന്ത്യ ഇസ്രായേലുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇസ്രായേലുമായുള്ള ബന്ധം തന്ത്രപരമായ സഖ്യത്തിലേക്ക് വളർന്നു. രാഷ്ട്രപതി പ്രണബ് മുഖർജി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവർ ആദ്യ 2 വർഷത്തിനുള്ളിൽ തന്നെ ഇസ്രായേൽ സന്ദർശിച്ചു. ഈ കാലയളവിൽ ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ അപലപിക്കുന്ന 6 UN പ്രമേയങ്ങളുടെ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നു. തന്ത്രപരമായ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് പരോക്ഷ പിന്തുണ നൽകുന്ന നടപടിയായിരുന്നു ഇത്.